കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരിടം നേടിയ കോൺഗ്രസ് നേതാവ് അതാണ് പി.ടി. ചാക്കോ. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ചാക്കോയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സാന്നിധ്യം അറിയിക്കുന്നിടത്താണ് ചാക്കോ എന്ന നേതാവ് പ്രസക്തനാവുന്നത്. പി.ടി. ചാക്കോ എന്നാൽ പേടി തൊടാത്ത ചാക്കോ എന്ന് നമുക്ക് പറയാം. കാരണം കേരള രാഷ്ട്രീയത്തില് നിർഭയത്വത്തിന്റെയും തുറന്ന വിമർശനത്തിന്റെയും പര്യായമായിരുന്നു പുതിയാപറമ്പിൽ തോമസ് മകൻ ചാക്കോ എന്ന പി.ടി. ചാക്കോ. ആന്ധ്ര അരി കുംഭകോണം സംബന്ധിച്ച് EMSനെ കൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച പ്രതിപക്ഷ പോരാട്ടത്തിന്റെ കുന്തമുനയായിരുന്നു ആ ചാക്കോ. കേരള നിയമസഭ കണ്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര മന്ത്രിയുമായിരുന്ന ചരിത്രം രചിച്ച അദ്ദേഹത്തിന്റെ സമ്പാദ്യ പുസ്തകത്തിലെ ശിഷ്ടപൂജ്യമായിരുന്നുവെങ്കിലും അണികൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും അദ്ദേഹം എക്കാലവും സംപൂജ്യനായി. അസാധാരണമായ സംഘടനാ മികവും ആകാരഭംഗിയും ഘനഗാംഭീര്യമായ ശബ്ദവും ആളുകളെ പിടിച്ചുകുലുക്കുന്ന പ്രസംഗ ശൈലിയും കൊണ്ടാണ് പി.ടി. ചാക്കോ എന്ന മധ്യ തിരുവിതാംകൂറുകാരൻ ജനമനസ്സുകൾ കീഴടക്കിയത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുവാനുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തിരുവിതാംകൂർ കൊച്ചി പ്രൊവിൻസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചാക്കോയ്ക്ക് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, ഇന്ത്യ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിക്കുവാനും തന്റെ വാഗ്ധോരണി കൊണ്ട് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തുടർന്ന് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച പി.ടി. ചാക്കോ 1 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചു. 1945 മണിമലയിൽ ചെയ്ത പ്രസംഗത്തിന്റെ പേരില് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു. ആ സമയത്താണ് സർ CP-ക്ക് ഒരു തുറന്ന കത്ത് എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചത്. വീണ്ടും 47 ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി സമരം ചെയ്തതിന് 11 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന്. അതിനുശേഷം 1948 തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമാവുകയും ഒപ്പം ചീഫ് വിപ്പ് സ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു. തുടർന്നാണ് സി കിഴക്കേമുറി, പൊൻകുന്നം വർക്കി, KJ തോമസ് എന്നിവർക്കൊപ്പം കോട്ടയത്ത് നാഷണൽ ബുക്ക് സ്റ്റാളിന് രൂപം നൽകിയത്. പിന്നീട് 1949 മുതൽ 52 വരെ തിരുവിതാംകൂർ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അംഗമായിരുന്ന ചാക്കോ ഇന്ത്യയിലെ ആദ്യ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മീനിച്ചൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് 1952 MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 1960 ഫെബ്രുവരി 22 മുതൽ 62 സെപ്റ്റംബർ 26 വരെയുള്ള പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നു പി.ടി. ചാക്കോ. ആ വർഷം തന്നെ പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയായ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കേവലം 20 സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 63 സീറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംഖ്യാകക്ഷി സർക്കാരിൽ അദ്ദേഹം ശക്തനായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രബല ക്രൈസ്തവ വിഭാഗമായ സീറോ മലബാർ സഭയും നായർ സർവീസ് സൊസൈറ്റിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം നൽകിയ വിമോചന സമരത്തിന്റെ മുൻനിര നേതാവ് കൂടിയായിരുന്നു പി.ടി. ചാക്കോ. മന്നത്ത് പത്മനാഭനും പട്ടം താണുപിള്ളയും അബ്ദുൾ റഹീം ബാവയ്ക്ക് തങ്ങളും R. ശങ്കറുമൊക്കെ വിമോചന സമരത്തിന്റെ നേതൃത്വ രംഗത്തുണ്ടായിരുന്നു. EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പതനത്തിന് ഇടയാക്കിയ വിമോചന സമരത്തിലെ നേതൃത്വം കോൺഗ്രസ് നേതൃനിരയിൽ നിഷേധിക്കാനാവാത്ത ഒരിടം നേടിക്കൊടുത്തിരുന്നു. വിമോചന സമരത്തെ തുടർന്ന് നടന്ന പോലീസ് വെടിവയ്പും മരണങ്ങളും ജനകീയ സമരങ്ങളും കമ്മ്യൂണിസ്റ്റ് ആക്രമണങ്ങളും കണക്കിലെടുത്തുകൊണ്ട് 59 നെഹ്റു സർക്കാർ കേരളത്തിൽ രാഷ്ട്ര പ്രതിഭരണത്തിന് ശുപാർശ ചെയ്യുകയും ഒപ്പം തന്നെ EMS സർക്കാരിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് വന്ന മന്ത്രിസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന ആളാണ് പി.ടി. ചാക്കോ. കേരളത്തിലെ ആദ്യ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വഹിച്ചിരുന്ന ആളെന്ന നിലയിലും മികച്ച പ്രതിച്ഛായയും നേതൃഗുണവുമുള്ള ആളെന്ന നിലയിലും ആ സ്ഥാനം പി.ടി. ചാക്കോയ്ക്ക് അർഹതപ്പെട്ടെന്നാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. അങ്ങനെ 1952 പി.ടി. ചാക്കോ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുമ്പോൾ കോൺഗ്രസ് നേതൃനിരയിൽ പ്രസക്തനായ നേതാവായിരുന്നില്ല ശങ്കർ. മാത്രമല്ല, ഒരു ഏകീകൃത ഹിന്ദു ജനതയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചതോടെ ശങ്കറെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു. അക്കാലത്തായിരുന്നു RSS സൈദ്ധാന്തികനായ ഗോൾവൽക്കർ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്നൊരു പാർട്ടി ശങ്കർ രൂപീകരിച്ചുവെങ്കിലും ആ പാർട്ടി നിലം തൊട്ടില്ല. ഹിന്ദു മഹാമണ്ഡലവും ഡെമോക്രാറ്റിക് കോൺഗ്രസും പൊളിഞ്ഞതിനെ തുടർന്ന് കോൺഗ്രസിൽ എങ്ങനെയും തിരികെ എത്തുവാനുള്ള ശ്രമം ശങ്കർ ആരംഭിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ ശക്തനായ പി.ടി. ചാക്കോ വഴി അത് സാധ്യമാക്കാമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പൊൻകുന്നത്തെ ഒരു SNDP നേതാവ് വഴിയായി ചാമംപതാലിലെ വീട്ടിൽ ചെന്ന് പി.ടി. ചാക്കോയെ കാണുന്നതിന് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അന്ന് പി.ടി. ചാക്കോ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തിയ ശങ്കർ പി.ടി. ചാക്കോയെ കൂടി കൂട്ടുപിടിച്ചാണ് തന്റെ സ്വാധീനം ഉറപ്പാക്കിയത്.
നായർ സർവീസ് സൊസൈറ്റിയുടെ പിന്തുണയുണ്ടായിരുന്നത് കൊണ്ടും തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി എന്നീ പദവികൾ മുൻപ് വഹിച്ചിരുന്നത് കൊണ്ടും കൂട്ടുകക്ഷികൾ സർക്കാരിലെ വിലപേശൽ തന്ത്രം കൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനം പട്ടം താണുപിള്ളയിലേക്ക് എത്തിച്ചേരുന്നതിനിടയാക്കി. പ്രത്യേക സാഹചര്യത്തിൽ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യത്തിൽ പി.ടി. ചാക്കോ ഉപമുഖ്യമന്ത്രി ആവണമെന്ന ആവശ്യം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുകയുണ്ടായി. ഉപമുഖ്യമന്ത്രി സ്ഥാനം ചർച്ചയ്ക്ക് വന്നപ്പോൾ ശങ്കരനെ അധിക്ഷേപിച്ചാണ് പട്ടം താണുപിള്ള പലവട്ടം സംസാരിച്ചത്. പാർട്ടിയിൽ ചേരിതിരിവ് ഉണ്ടാക്കാതിരിക്കാൻ ശങ്കരനെ തന്നെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിൽ ചാക്കോ ഉറച്ചു നിന്നിരുന്നു. വ്യക്തി താൽപര്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ കെട്ടുറപ്പിനും ഐക്യത്തിനും വേണ്ടി നിലകൊണ്ട ആദർശവാനായ നേതാവായതുകൊണ്ടാണ് തന്നിലേക്ക് വന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം ശങ്കരന് നൽകാൻ പി.ടി. ചാക്കോ തീരുമാനിച്ചത്.